നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കെട്ടിടത്തിൽ കുടുങ്ങിയ സ്ത്രീയാണ് മരിച്ചത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു. 14-ാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കാനായി ബിന്ദു പോയതായി ഭർത്താവ് വിവരമുണ്ടായിരുന്നു. ഇവരുടെ മകൾ ട്രോമ കെയറിൽ ചികിത്സയിലായിരുന്നു. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിശ്രുതനും തലയോലപ്പറമ്പ് സ്വദേശി വിശ്രുതനും ഭാര്യ ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയത്. 2.5 മണിക്കൂറാണ് ഈ 2.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയത് തിരിച്ചടിയായി. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. ഇതോടെ അടച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണതെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. മന്ത്രിയെ തള്ളി ഡോക്ടർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നതായും ശുചിമുറി മാത്രമാണ് അടച്ചിരുന്നതെന്നുമായിരുന്നു ഡോക്ടറുടെ പ്രതികരണം. എന്താ ഡോക്ടറെ അന്നേരം ഉണ്ടായത്? എന്താ കേട്ടത്? ഞാൻ അപ്പുറത്ത് 3-ാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിങ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത്. ആൾക്കാരെ ഉണ്ടായിരുന്നില്ല, കാഷ്വാലിറ്റിയിലോട്ട് മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം റെസ്ക്യൂ എഫേർട്സ് തീരുന്നവരെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയൊക്കെ തന്നെ കാണും. വലിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ശബ്ദമായിരുന്നു. ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരണ്ടു. ഞാൻ ഈ ബിൽഡിങ്ങിന് അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താണ്. അവിടം വരെ കേൾക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ ആള് ഒഴിപ്പിച്ച വാർഡ് തന്നെയാണല്ലേ നിങ്ങൾക്ക്? വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്. പക്ഷേ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ കയറും. മുകളിൽ 10-ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11-ന്റെയും 14-ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. അതിനുള്ളിൽ വാർഡ് ഭാഗത്ത് ആള് പക്ഷേ ഉള്ളതാ. വാർഡ്സ് ഫുള്ളാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. ഇപ്പം നിലവിൽ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്. ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓർത്തോ പേഷ്യൻസ് ആണോ ഈ വാർഡിലുള്ളത്? കൂടെ ഇത് സർജിക്കൽ ബ്ലോക്കാണ്. അപ്പം ഓർത്തോയും സർജറിയും ഉള്ള പേഷ്യൻസ് ആണ്. പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും കിടപ്പുണ്ട്. നിലവിൽ ഈ പരിക്ക് പറ്റിയവരുടെ സ്ഥിതി എന്തെങ്കിലും അറിയോ? കാഷ്വാലിറ്റിയിലാണ്, കുഴപ്പമില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കോട്ടയത്ത് നടക്കുമ്പോഴാണ് ഈ അപകടം നടന്നത്. അതിനിടെ കെട്ടിടം തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയാണ്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതിപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറിയാൽ മാത്രം മതിയല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്. ഈ 3 നിലയിലും ആളുണ്ട്. ഇത് 3 നിലയുടെയും ബാത്റൂം ഇതല്ലേ. അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിശ്വാസത്തെ പോട്ടെ, അവർ പറയുന്നു വേണ്ടേ നമുക്ക് അംഗീകരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതൊന്നും പൊളിച്ച് മാറ്റുവാൻ, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിനല്ലേ. അപ്പോൾ ഇവരുടെ ഒരു ജീവന് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ ആരും ഉത്തരം പറയും? നമുക്ക് ഇപ്പോഴും ഇത് ക്ലിയർ ചെയ്യാനുള്ള നടപടി വേഗത്തിലല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി വരാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എമർജൻസി പ്രൊവിഷൻസ് അനുസരിച്ച് ഇതേപോലത്തെ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഒരുക്കിയിട്ടില്ല. കാരണം എല്ലാം കെട്ടിയടിച്ച് വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ സാധാരണക്കാരൻ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏറെ നടുക്കമുണ്ടാക്കിയ സംഭവമാണിത്. മാത്രമല്ല രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? വീഴ്ചകൾ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒന്നാമത് സർക്കാരിൻ്റെ ഉൾപ്പെടെ ശ്രദ്ധയിലുള്ള ഒരു വിഷയമാണ് ഈ കെട്ടിടത്തിന് അപകട സാധ്യതയുണ്ടെന്ന്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ തന്നെയും ഈ വാർഡ് ഒഴിപ്പിച്ചതാണ് എന്ന വാദമാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് നടത്തിയത്. പക്ഷേ ആ വാദം ശരിയല്ല എന്ന് ഇവിടെയുള്ള സുവാൻ സക്കറിയെ പോലെയുള്ള ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാകുകയും ചെയ്തു. അതായത്
ഇതൊരു അപകട നിലയിലുള്ള കെട്ടിടമാണ് എന്ന് പറയുന്നു. വാർഡ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുമ്പോൾ വാർഡ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. മാത്രമല്ല ഇവിടെ നേരിട്ടെത്തി കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന സാഹചര്യം അതുതന്നെയാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് ഒരു പരിധിവരെ കഴുകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. എന്തായാലും മാറ്റാൻ നിർദ്ദേശം നൽകിയാൽ പുതിയൊരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല വാദങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ബാത്റൂമുകൾ ക്ലോസ് ചെയ്ത നിലയിലായിരുന്നു എന്നാണ് നേരത്തെ സംസാരിച്ച ഡോക്ടർ അടക്കം ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഈ ബാത്റൂമുകൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു ബാത്റൂമിൽ നിന്ന് പോലും ഇവിടെ എത്തി ഈ ബിന്ദുവിനെ പോലെയുള്ള ആളുകൾ ഇത് കുളിക്കുന്നതിനും മറ്റും ഇവിടേക്ക് എത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും തുടക്കത്തിൽ 2 പേർ ഒരു കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിൽ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് അങ്ങനെയല്ല. പിന്നീട് ഏറെ നേരം 2 മണിക്കൂർ വൈകിയ ശേഷമാണ് ഈ ഹിറ്റാച്ചി ഇതിനുള്ളിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് നമുക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെയോ ഭരണ സംവിധാനങ്ങളുടെയോ ഒരു കുഴപ്പമായി പറയാൻ കഴിയില്ല. ഇത് ഉണ്ടാക്കിയ കാലം മുതൽ ഇതിങ്ങനെയാണ്. ഇതൊരു ചത്വരം പോലെയാണ്. അതായത് നമ്മുടെ ഫയർ ഓഡിറ്റിംഗ് സംവിധാനമൊക്കെ പരിഷ്കരിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള കെട്ടിടമാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അനുമതി നൽകാൻ പോലുമുള്ള സാധ്യതയില്ല. കാരണം ഇതിന് ഉൾഭാഗത്ത് ഒരു ദുരന്തമുണ്ടായാൽ, ഇപ്പോൾ ഉണ്ടായതുപോലുള്ള ഒരു ദുരന്തമുണ്ടായാൽ വന്നൊരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല. കാരണം ഒരു ഹിറ്റാച്ചി തന്നെ ഇവിടെ എത്തിയത്, ആദ്യത്തെ ഹിറ്റാച്ചി എത്തിയത് തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ വരാന്തയിലൂടെ, ആശുപത്രി വരാന്തയ്ക്കുള്ളിലൂടെ ഈ ഹിറ്റാച്ചി ഇങ്ങനെ പോകുന്ന കാഴ്ച ഒരുപക്ഷെ അപൂർവ കാഴ്ചയായിരിക്കാം. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തി ഇതിൻ്റെ അരമതിലൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഹിറ്റാച്ചികൾ ഇവിടേക്ക് കടന്നു വന്നത്. അങ്ങനെ നോക്കുമ്പോൾ മുൻപ് മുതൽ തന്നെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളത് അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരം സംവിധാനങ്ങളിലൊക്കെ ഫയർ ഓഡിറ്റും മറ്റും നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു തീപിടുത്തമാണെങ്കിൽ പോലും ഇവിടേക്കൊരു ഫയർ എഞ്ചിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫയർഫോഴ്സ് വാഹനം എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം പലതരത്തിലേക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇങ്ങനെ ഒരു കെട്ടിടം എങ്ങനെ രൂപപ്പെട്ടു എന്നത് സംബന്ധിച്ച്, അടച്ച് കൂട്ടിവെക്കുന്ന ഒരു കെട്ടിടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ഫലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഒരാളുടെ മരണമുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഒരു ദുരന്തമായി മാറുന്നത്. 2 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി എന്നുള്ളതാണ്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ഇത് ഒഴിച്ച വാർഡാണ് എന്ന തരത്തിലുള്ള പ്രതികരണം പോലും വന്നത് വളരെ പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം എടുത്ത് കാണേണ്ടത്, ഇവിടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടോം, ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ ഒരു വാർത്ത, നിലവിൽ ഇതിനുള്ളിൽ തീർച്ചയായും ശ്രീജിത്ത്, നമുക്കറിയാം ഈ ആരോഗ്യവകുപ്പിന് ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറം അവരുടെ തെറ്റ്, അവരുടെ വീഴ്ച ഉണ്ടായി എന്ന് ഒരു കാരണവശാലും അവർ സമ്മതിക്കാറില്ല. ഇവിടെയും ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ട് ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് പോലും ഇതേ രീതിയിലുള്ള ന്യായീകരണം നടത്തുന്നു. ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതോ ആശുപത്രിയുടെ ഭാഗത്താണോ? അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ആരോഗ്യമന്ത്രി ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ ബിന്ദു എന്ന സ്ത്രീ അവരുടെ മരണവാർത്ത അറിഞ്ഞ ശേഷം മന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിരുന്നോ? ലഭ്യമല്ല. നിലവിൽ അവർ ഇവിടെയില്ല. ഈ ആശുപത്രിയുടെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഉള്ളത്. ടോം, മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്നത് വ്യക്തമല്ല. ഈ രോഗിയുടെ ഈ മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം എത്തിച്ച സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവന്നോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഇവിടെ സുരക്ഷാ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളിടത്ത് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനമായ ആകാംക്ഷകളും ഒരു ആശങ്കകളും ഒക്കെ നിൽക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ തകർന്നു വീഴുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യമുള്ളത് ടോം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം ന്യായീകരണങ്ങൾ നടത്തിയെങ്കിലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ സിസ്റ്റത്തിന് പിഴവുണ്ട് എന്ന് ഇതാദ്യമായി ആരോഗ്യമന്ത്രി തുറന്നു പറഞ്ഞ ആഴ്ച കൂടിയാണ് കടന്നു പോകുന്നത്. ആ സിസ്റ്റത്തിൻ്റെ പിഴവ് കേവലം അവിടെ മാത്രമല്ല, ഇത്തരം സംവിധാനങ്ങളിൽ കൂടി ഉണ്ട് എന്നുകൂടി ഫലത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനുശേഷം
എങ്ങനെയായിരിക്കും അക്കാര്യത്തിലൊരു പ്രതികരണം ഉണ്ടാകുക എന്നൊക്കെയുള്ളത് തീർച്ചയായും കാണേണ്ടതാണ്. ഇവിടെ എന്തായാലും നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തടിച്ചുകൂടിയ ഒരു സാഹചര്യമാണുള്ളത്. ചാണ്ടിയുമ്മൻ MLA പോലുള്ളവരൊക്കെ പല ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതിഷേധിക്കുകയും പലതരം പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. സ്ഥലം MP ഫ്രാൻസിസ് ജോർജ് എത്തിയിരുന്നു. അങ്ങനെ പലരും എത്തി. വിവിധ കേരള കോൺഗ്രസിൻ്റെ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോൺഗ്രസ് നേതാവ് KC ജോസഫ് ഉൾപ്പെടെ, CPM ജില്ലാ സെക്രട്ടറി KR രഘുനാഥ് ഉൾപ്പെടെയുള്ള പലരും ഇവിടെ എത്തിയിരുന്നു. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളും ഉണ്ട്. BJPയുടെ ലിജിൻ ലാലിനെ പോലുള്ള നേതാക്കൾ, ജില്ലാ അധ്യക്ഷൻ അങ്ങനെ എത്തിയിരുന്നു. അങ്ങനെ പലരും ഇവിടെ പ്രവർത്തിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ? കാരണം ഈ അപകടം നടന്ന ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും സ്ഥലത്തെത്തിയിരുന്നു. നമുക്കറിയാം VN വാസവന്റെ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡല പരിധിയിലുള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെ അവിടെ എത്തിയതാണ്, ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ എത്തിയതാണ്. പക്ഷേ അതിനുശേഷവും ഇങ്ങനെ ഒരു സ്ത്രീ, ഒരാളവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയോ എന്ന പരിശോധനയാണ് അവർ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷം കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷവും അങ്ങനൊരു ദുരന്തം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ. അതായത് രക്ഷാപ്രവർത്തനം വൈകിയ ശേഷവും ഇവിടെ ആളിങ്ങനെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളത്. എന്തായാലും പല നേതാക്കളും പലരോടായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഇവിടെ ഉള്ളവരെ പരമാവധി ആളുകളെ വാർഡുകളിൽ നിന്ന് മാറ്റി കൊണ്ടുപോയി മറ്റ് സ്ഥലങ്ങളിലേക്ക് പാർപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ടോം നേരത്തെ ചോദിച്ചതുപോലെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി ഏറ്റവും പ്രധാനമായി വരേണ്ടത്. അവർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. നിലവിൽ മറ്റാരും ഇതിൽ കുടുങ്ങിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഒരാൾ ഈ ദുരന്തത്തിൽ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ പൂർണ്ണമായും അവിടുത്തെ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തോ? മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. കാരണം അവിടെ നിന്നും മണ്ണ്, കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇനി നീക്കം ചെയ്യാനുണ്ടോ? ഇനി ടോം, നമുക്ക് ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ്. ഇതിൽ നമുക്ക് കാണുന്ന വിവരം അനുസരിച്ച് ഇനി നിലവിൽ ഇവിടെ നിന്ന് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. ഇനി ഉള്ളത് ഈ തകർന്നു നിൽക്കുന്ന കെട്ടിട ഭാഗങ്ങൾ അത് വലിയ അപകടം കൂടാതെ ഇടിച്ച് താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി കെട്ടിടത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പരിപൂർണമായും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും അടച്ചിടുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഒരു ഭാഗത്ത്, അതായത് ഉള്ള മണ്ണും കല്ലുമൊക്കെ മാറ്റുക, ആ ജോലികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ വാർഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നേരത്തെ തന്നെ അപകടം ഉണ്ടായപ്പോൾ തന്നെ നിർത്തിവെച്ചിരുന്നു. ഇതിനെയും ബാക്കി കെട്ടിടം എങ്ങനെ ഇടിച്ചു പൊളിക്കുക, അതിലുള്ള തുടർ നടപടികൾ എങ്ങനെ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഇനി വൈകാതെ ഒരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചാണ്ടിയുമ്മൻ MLA ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്താം. ടോം, എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയുള്ളത് ഈ പൊളിഞ്ഞു നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗം ഇവിടെ നിന്ന് നീക്കുക എന്ന ജോലിയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിന് അപകടം സംഭവിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇതാ എത്തിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി, അദ്ദേഹത്തിനൊപ്പം ഈ ഫ്രാൻസിസ് ജോർജ് MP ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ UDF MLA-മാരുടെ പ്രതിനിധി സംഘം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കും
എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹം മറ്റ് ചില യാത്രകളിലായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് വൈകാതെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അറിയാം. നമുക്ക് അദ്ദേഹത്തോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടോളാം. എല്ലാവരും കൂടെ ടോമ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്, അതായത് ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാം എന്നാണ്. അതായത് ഇതൊരു UDF പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനമാണ് നടക്കുന്നത്. ആ സന്ദർശനം പൂർത്തിയാക്കി ഇവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ UDFന്റെ MLA മാരും കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനെ പോലുള്ളവരും എല്ലാവരും ഉണ്ട്. അവരിവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് എന്തായാലും ഈ കെട്ടിടം ഏതാണ്ട് ഈ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഇടിച്ചു മാറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടിഞ്ഞു വീണ ബാത്റൂമിന്റെ വിവിധ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്ന രീതിയാണുള്ളത്. ഇപ്പോൾ UDFന്റെ പ്രതിനിധി സംഘം ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവർ ഈ അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനുശേഷം UDFന്റെ പ്രതിനിധികൾ, UDF നേതാക്കൾ മാധ്യമങ്ങളെ കാണും. ശ്രീജിത്ത്, ഈ UDFന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? കാരണം ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായി, രക്ഷാപ്രവർത്തനം വൈകി, അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നൊരു ആക്ഷേപം നേരത്തെ ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ ഈ സംഭവം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോഴും അത്തരം പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടോ? പ്രതിഷേധങ്ങൾ ഇവരുടെ വാക്കുകളിലാണ് ഉള്ളത്, അല്ലാതെ ഒരു പ്രതിഷേധ പ്രകടനം പോലെയുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഉദ്യോഗസ്ഥരുമായി പോലും തർക്കിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ MLA പോലുള്ളവർ ഒക്കെയും ഇവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും നിലവിൽ അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. MP ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, ചാണ്ടി ഉമ്മൻ MLA ഉണ്ട്, DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഉണ്ട്, അങ്ങനെ പ്രിൻസ് ലൂക്കോസ് ഉണ്ട്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ്. അങ്ങനെ ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. രാഷ്ട്രീയ നേതാക്കൾ, UDFന്റെ രാഷ്ട്രീയ നേതാക്കൾ ഒന്നാകെ ഇവിടെ എത്തി ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു തുടക്കം മുതൽ തന്നെ. ഇപ്പോഴും അത് തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് UDFന്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയാണ്. അവർ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ മാധ്യമങ്ങളെ കാണാൻ തുടങ്ങിയാണ്. ടോം, അവരുടെ വാക്കുകളിലേക്ക് പോകാം. അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലം UDF പ്രതിനിധികൾ സന്ദർശിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. UDF നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. നിങ്ങൾ ഇതെല്ലാം എടുത്തോ, നമ്മൾ സാവകാശം ഇതൊക്കെ രണ്ടിലൊന്ന് കരഞ്ഞിട്ടേ അതുകൊണ്ട് നമുക്ക് സമയം. മുരളി മുരളി എന്തോ അവര് മോൻസും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോൻസ് വരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലം UDF നേതാക്കൾ സന്ദർശിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. 14-ാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നു വീഴുന്നു. 14-ാം വാർഡിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഇത് ഉപയോഗിക്കാതിരുന്ന ഭാഗമെന്നായിരുന്നു മന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ആദ്യം അറിയിച്ചത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത്, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരച്ചിൽ തന്നെ 1.5 മണിക്കൂർ വൈകി. 2 മണിക്കൂർ വൈകി. എന്തുകൊണ്ടാണ് 2 മണിക്കൂർ വൈകാൻ കാരണം? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല, ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരാളിന് പോലും
അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്വമുള്ള ആളല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവരീ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. ഒരു സ്ഥലം MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അത് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത്. 14 വാർഡിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ? അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ? ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു? ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ വരെ പോയി നിൽക്കും? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഈ തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞാൽ മതിയാവും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല, ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കതക് ചാരിയിട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതെങ്ങനെയാ? ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്നത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശ്രീ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറയും, ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശരിയല്ലോ. അവർക്ക് ഇവിടെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി കെട്ടിടം പണി, ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണിയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് പണിതീരാത്ത വീടുകളാണോ? ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ? എന്നെങ്കിലും ഒരു അവസാനം ഉണ്ടാകണ്ടേ? കെട്ടിടം പണി പൊളിക്കുക, പണിയുക, പൊളിക്കുക, ആ നടപടിയല്ലേ ഇവിടെ നടക്കുന്നത്. അതേസമയം ഇവിടെ വന്നെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു പാരാസെറ്റമോൾ പോലും സൗജന്യമായി കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കല്ലേ? എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ലേ? സൂചിയും നൂലും പുറത്തുനിന്ന് മേടിക്കണ്ടേ? കാലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കമ്പി വില കൂടിയതാണ്, പുറത്തുനിന്ന് മേടിക്കണ്ടേ? മരുന്ന് മുഴുവൻ കുറിച്ചു കൊടുക്കുകയല്ലേ? നമ്മളിപ്പോൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന നമുക്ക് ആ ട്രോമ കെയറിന്റെ ഭിത്തി ഒന്ന് കാണാൻ പോകാം. നിങ്ങളും കൂടെ വരണം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ജനപ്രതിനിധികളല്ലേ? ജനങ്ങളുടെ ബാധ്യതയില്ലേ? അതുകൊണ്ട് ആ ട്രോമ കെയറിന്റെ ഭിത്തി കൂടി നമുക്ക് നോക്കാം. അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. വെന്റിലേറ്ററിൽ കിടക്കുന്ന 14 രോഗി അകത്ത് കിടക്കുമ്പോൾ ട്രോമ കെയറിന്റെ ഭിത്തി പൊട്ടിയൊലിച്ച് നിൽക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണാം. എന്നിട്ട് പറയൂ, ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇവർ നീതിപൂർവമാണോ ചെയ്യുന്നത്? ഞാൻ നിയമസഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. നമ്മുടെ ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു, ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജുമായിട്ട് സംസാരിച്ചാണ്, ഞങ്ങൾ എല്ലാവരും സംസാരിച്ചാണ്. ഇവിടുത്തെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. വളരെ മാണി സി കാപ്പൻ അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചത്. ശ്രീ മാണി സി കാപ്പൻ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്താ? ഏറ്റവും നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന 4 ഡോക്ടർമാരുടെ പേര് പറഞ്ഞിട്ട് അതിന്റെ മേലുല്ലാസത്തിൽ രക്ഷപ്പെടാനായി ഇവർ ശ്രമിച്ചത്. ഇവര് പ്രധാനപ്പെട്ട ഡോക്ടർമാരെ കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പാണ്, അവരുടെ സേവനം വലുതാണ്. പക്ഷേ അതിന്റെ പേര് പറഞ്ഞ് ഇവിടെ കൊടുക്കേണ്ട തരേണ്ട സൗകര്യങ്ങൾ തകർത്ത് കളയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നില. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രോമ കെയർ കൂടെ നമുക്ക് കാണണം. 12 വാർഡിന്റെ ഭിത്തി എവിടെ കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിനെ ഒരു
ഏതാണ്ട് സ്വകാര്യ സ്ഥാപനം കൊണ്ടുപോകുന്ന പോലെ ചില വ്യക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവം മിനിസ്റ്റർ പ്രതികരിച്ചത് ഏതിനാ അവർ ഒറ്റപ്പെട്ടതെന്ന് പറയാത്ത? ആള് ഭരിച്ചാലും ഒറ്റപ്പെട്ടത്, ആള് ജീവിച്ചാലും ഒറ്റപ്പെട്ടത്, എന്ത് സംഭവിച്ചാലും ഒറ്റപ്പെട്ടത്, എല്ലാം ഒറ്റപ്പെട്ടത്. ഞാൻ പറയുന്ന അവസാനം ഡിക്ഷണറിക്കകത്തുനിന്ന് ഈ ഒറ്റപ്പെട്ട വാക്ക് തന്നെ മാറ്റണം. അങ്ങനെയുള്ള അപകടകരമായ സ്ഥിതി വന്നിട്ട് അത് ഒറ്റപ്പെട്ടത് എന്ന് പറയാം. ഏതാ ഒറ്റപ്പെട്ടതല്ലാതെ കൂട്ടായിട്ട് മുഴുവൻ കെട്ടിടം കൂടെ ഒരുമിച്ച് തകരുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല, കൂട്ടായി പോകുന്ന. അത് വേണേൽ ഭൂകമ്പം വേണം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ലക്ഷദ്വീപിൽ നിന്ന് ഉൾപ്പെടെ വന്ന രോഗികളാണ് ഇപ്പോൾ, അവരോടാണ് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിപ്പോൾ. സാധ്യമല്ല. ഡിസ്ചാർജ് ചെയ്താൽ ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുമുണ്ട്. ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ്, ഇതിന്റെ മൊത്തത്തിലുള്ള MP ആണ്. ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലായും. ആ പരിധിയിൽപ്പെട്ട ആളുകളെ, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. അത് കടുത്തുരുത്തിയുണ്ട്. നമ്മളുടെ ശ്രീ മോൻസ് ജോസഫ് എത്തിച്ചേരും. ഞങ്ങൾക്കും അറിയണ്ടേ ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു തോന്നിയവാസം ചെയ്യാനായിട്ട് നമുക്ക് കണ്ണടച്ചു കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ ഇത് നമ്മളുടെ ചില ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. പ്രവർത്തിക്കണമെന്ന് ഡോക്ടർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങും. ഇപ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ട് UDFന്റെ കമ്മിറ്റി ഒരുമിച്ച് ഇവിടെ വരികയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സുരേഷുണ്ട്, നമ്മളുടെ UDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യൂസ് ഉണ്ട്, ബാക്കി UDFന്റെ നേതാക്കന്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളുടെ ബിൻസി ഉണ്ട്, മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അസീസ് ഉണ്ട്, ഫൈസൽ ബാബു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിത് അറിയണം, ഇതെന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ എല്ലാവരുടെയും കണ്ണ് കെട്ടിവിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്ന കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്കൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് എന്താ തടസ്സം? ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്ത് തടസ്സമാണുള്ളത്? വേണം. അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരാളിന്റെ മരണം, 3 ആളുകളുടെ പരിക്ക്, ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ബാക്കിയുള്ളതിന്റെ സ്ഥിതി മോശമാണ്. ഇനിയും ഇതിനേക്കാൾ മോശമായ സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് കാണാനും പോവുകയാണ്. ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നേ മതിയാകും. MP അതല്ലേ നമ്മൾ പറയുന്നത്. ഇതിനൊന്നും ഈ കെട്ടിടത്തിനൊന്നും ഒരു ഫിറ്റ്നസും ഇല്ല. അതോടൊപ്പം ദിവസമാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ മന്ത്രിമാർ വേഗത്തിലെത്തി, പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന മേൽനോട്ടം വഹിക്കുന്ന കളക്ടർ അടക്കം വളരെ വൈകിയാണ് അവിടെ പരിപാടിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ അത്തരമൊരു കാലതാമസം ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസം ഉണ്ടെന്ന് മാത്രമല്ല, 2 മണിക്കൂർ തെരച്ചിൽ വൈകിയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജപ്രചരണം വൈകിയതാണ് ഈ മരണം ആണ്. ആ തെരച്ചിൽ വൈകിയതാണ് അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത്. 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താലാ? വിശദീകരിക്കണം. ഈ 2 മണിക്കൂർ എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഇവിടുത്തുള്ള ജനപ്രതിനിധികളല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ. ഈ കെട്ടിടത്തിന്റെ ഒരു രൂപകൽപ്പന 4 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. JCB അടക്കമുള്ള എത്തിക്കുന്നതിന് ഒരു പ്രായോഗിക പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതാണ് ഈ കാലതാമസത്തിന് കാരണമെന്ന്. അത് നിസ്സാര കാരണമാണോ? അത് നിസ്സാര കാര്യമല്ലെന്ന് മാത്രമല്ല, ഇവിടെ ബിൽഡിംഗ് റൂൾസിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഇതിന് ചുറ്റുവട്ടത്തിലുണ്ടാകണം. 7 മീറ്റർ. അത് ബിൽഡിംഗ് റൂൾസിനകത്തെ പ്രത്യേകമായ ഭാഗമാണ്. ഈ ആശുപത്രിക്കകത്തൊരു അത്യാഹിതം ഉണ്ടായാൽ, അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. അത് ബിൽഡിംഗ് റൂൾസിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ടും ഉണ്ടായി ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് യുക്തമായ കോമ്പൻസേഷൻ കൊടുക്കണം. ആ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ
ഞങ്ങൾ നിയമപരമായി അത് വാങ്ങാനുള്ള നടപടിയിലേക്ക് ഇവിടെ നീങ്ങും. ആ കോമ്പൻസേഷൻ കൊടുത്തേ മതിയാകും. ഈ പുതിയൊരു കെട്ടിടം അവിടെ പണി ജുഡീഷ്യൽ അന്വേഷണം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് UDF ആവശ്യം ഉന്നയിക്കുന്നത്. മുൻ മന്ത്രിയും MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള UDF-ന്റെ പ്രതിനിധി സംഘം അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. സ്ഥലം കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, MLA ചാണ്ടി ഉമ്മൻ, മറ്റു UDF-ന്റെ പ്രതിനിധികളടക്കം ഈ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചു. ഇവിടെ ഈ തിരച്ചിലിനടക്കം വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടായി. അതാണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് UDF നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കോട്ടയത്ത് നടക്കുന്ന സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ അപകടം നടന്ന ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി BN വാസവനും സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ ഈ ഒരു സ്ത്രീ ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയാൻ വൈകി, രക്ഷാപ്രവർത്തനം വൈകി. ഇതുകൊണ്ട് തന്നെയാണ് ഒരു ജീവൻ പൊലിഞ്ഞത് എന്ന ആക്ഷേപം ഉയർത്തുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്കാണ് UDF നീങ്ങുന്നത്. തിരിച്ചെത്താമോ? ആലപ്പുഴ ഓമനപ്പുഴയിൽ മകളെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന്. അച്ഛൻ ജോസ്മോൻ കഴുത്തു ഞെരിച്ചപ്പോൾ അമ്മ ജെസിമോൾ പുറകിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ പിടിച്ചു നൽകിയെന്ന് മണ്ണഞ്ചേരി CI ടോൾസൺ ന്യൂസ് 18 പറഞ്ഞു. പതിവായി വീട്ടിൽ വൈകി വന്നതാണ് മകളെ കൊല്ലാൻ കാരണമെന്ന് അച്ഛൻ ജോസ്മോൻ മൊഴി നൽകിയിട്ടുണ്ട്. അമ്മാവൻ അലൂഷിയെ രാത്രി തന്നെ വിളിച്ചു വരുത്തി കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇൻവോൾവ്മെന്റ് ഉള്ളത് അമ്മയ്ക്ക് മാത്രമാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അതെ അതെ, അമ്മയ്ക്കുണ്ട്. ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ അതെ അതെ, അങ്ങനെയാണ്. ഇപ്പൊ അമ്മ കസ്റ്റഡിയിലുണ്ടോ? അറസ്റ്റ് ഉടനെ ഉണ്ടാവും? അമ്മ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് ഉടനെ ഉണ്ടാവും. അമ്മാവന്റെ ഒരു റോൾ എന്താണ് ഇതിനകത്ത്? അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത്. രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു? അദ്ദേഹം രാത്രി ഒരു 11 മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ. എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നത്. പോലീസിൽ തന്നതല്ലേ? അതെ അതെ. ഇവരെല്ലാവരും പ്രതി ചേർക്കപ്പെടും? ഇവരെല്ലാവരും ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. ഈ രാത്രി 10:30 ചൊവ്വാഴ്ച നടന്നത്? രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. താമസിച്ചു വന്നു എന്നുള്ള തർക്കമാണോ? ഇവര് കുട്ടിയെപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാകുകയും ഒരു പിടിയും വലിയിൽ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി? അത് കഴുത്ത് ഞെരിച്ചു കൊന്നു. അതോടൊപ്പം തന്നെ അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെ പറ്റിയിട്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. പള്ളിയിലൊക്കെ വരുമ്പോ കാണാറുണ്ടോ? പള്ളി വരുമ്പോ കാണാറുണ്ട്. ദിവസവും പള്ളി വന്നാണ് ഇവരെല്ലാരും, ഫാമിലിയായിട്ട് ദിവസവും പള്ളി വന്നവരാ. അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണോ? എല്ലാരും കൂടി വന്ന, എല്ലാരും കൂടി നല്ല സ്നേഹമായിട്ട് ചിരിച്ചും കളിച്ചും വന്നവരാ. ആണല്ലേ? ഇങ്ങനൊരു വിവരം കേട്ടപ്പോൾ എന്ത് നിങ്ങൾ ആരെങ്കിലും? ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര തന്നെ. ആണല്ലേ? അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നൊരു ഇടമല്ല? ഇല്ല 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 ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇല്ലാത്തൊരു കുടുംബമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം ഞങ്ങൾ ഇന്നുവരെ, ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ, നമ്മൾ ഇന്നുവരെ ഒന്നും കേട്ടില്ല. അവര് മക്കളും അപ്പനും അമ്മയും എല്ലാം ഒരു കൂട്ടുകാരെ പോലെ പോയ മരിയം ചെയ്താണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ? സംഭവം സ്ഥിരമായി വൈകി വരുന്നതാണോ പ്രകോപനത്തിലേക്ക് പോയത്? ഇപ്പോ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇൻവോൾവ്മെന്റ് ഉള്ളത് അമ്മയ്ക്ക് മാത്രമാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അതെ അതെ, അമ്മയ്ക്കുണ്ട്. ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ജോസ്മോനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിജൻ ചേരുന്നു. ശരണ്യ, ആദ്യഘട്ടത്തിലൊരു ഹൃദയസ്തംഭനം മൂലം മകൾ മരിച്ചു എന്ന് പറഞ്ഞാണ് ഈ അച്ഛൻ ഏഞ്ചലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഒരു പോലീസിന് തോന്നിയ സംശയം ഈ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നു. ആദ്യഘട്ടത്തിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. അത് ഇവരുടെ ഈ ദാമ്പത്യ പ്രശ്നം മൂലം മകൾ വീട്ടിൽ വന്നു നിന്നതിന്റെ വിരോധത്തിൽ കൊലപ്പെടുത്തിയെന്നായിരുന്നു പുറത്തു വന്ന വിവരം. പക്ഷേ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും ചേർന്ന് സ്വന്തം മകളെ കൊലപ്പെടുത്തുന്നു.
അമ്മാവിൻ്റെ സഹായം ഈ സംഭവത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം അമ്മാവിനെ വിളിച്ച് കൊലപാതക വിവരം അറിയിക്കുന്നു. നിലവിൽ ഈ രണ്ട് അച്ഛനും അമ്മയ്ക്കും മാത്രമാണോ കൊലപാതകത്തിൽ പങ്ക്? ഈ രണ്ടുപേരും മാത്രമാണോ കേസിലെ പ്രതികൾ? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങൾ വ്യക്തമായും പുറത്തു വന്നിട്ടുണ്ടോ? ടോമ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഓമനപ്പുഴയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏഞ്ചൽ എന്ന 28-കാരി മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. അതായത് ഇന്നലെ രാവിലെയോടുകൂടി ഏഞ്ചൽ മരണപ്പെട്ടു എന്നുള്ള വിവരം വീട്ടുകാർ തന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളെയും വാർഡ് മെമ്പറെയും ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു. ഹൃദയാഘാതമായിരിക്കും മരണകാരണം എന്നുള്ള രീതിയിൽ ഇവർ അഭിപ്രായം പറയുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട്, പ്രത്യേകിച്ച് വാർഡ് മെമ്പറിന് അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഇത് പോലീസ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ കഴുത്തിലടക്കം പാടുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് നടത്തിയ തുടർ ചോദ്യം ചെയ്യലിലാണ് അച്ഛൻ ജോസ്മോൻ അറസ്റ്റിലാകുന്നത്. ജോസ്മോൻ പോലീസിൽ നൽകിയ മൊഴി പ്രകാരം പല തവണയായി ഈ പെൺകുട്ടി വീട്ടിൽ വൈകി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഈ മരിച്ച ഏഞ്ചലും അച്ഛനും കുടുംബവും മറ്റു കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തർക്കമാണ് പിന്നീട് ഇന്നലെ, അതായത് ഈ കൊലപാതകം നടക്കുന്ന ചൊവ്വാഴ്ച രാത്രിയും ഏഞ്ചൽ താമസിച്ചാണ് വീട്ടിലെത്തിയതിനു ശേഷം പുറത്തേക്ക് പോയി തിരിച്ച് താമസിച്ച് 10:30-ക്ക് ശേഷമാണ് വരുന്നത്. 11 മണിയോടുകൂടി ഏഞ്ചൽ വീട്ടിലെത്തുന്ന ഘട്ടത്തിലാണ് വീണ്ടും അച്ഛനും അമ്മയും ഏഞ്ചലും തമ്മിൽ വഴക്കുണ്ടാകുന്നത്. ഏഞ്ചലിനെ വീടിന്റെ മുൻവശത്തെ, അതായത് മുൻവശത്തെ ഹാളിൽ വെച്ച്, സ്വീകരണ മുറിയിൽ വെച്ച് സ്റ്റെപ്പ് വീടിന്റെ വാതിലിനോട് ചേർന്ന ഭാഗത്ത് നിർത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് പ്രതിയായ ജോസ്മോനെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കായി വീട്ടിലെത്തിച്ചപ്പോൾ അയാൾ പോലീസിനോട് വിശദീകരിച്ചത്. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം, അച്ഛനും അമ്മയും 2 പെൺമക്കളുമായിരുന്നു. അതിൽ 2 പെൺമക്കളും വിവാഹിതരാണ്. ഏഞ്ചൽ വിവാഹിതയാണെങ്കിലും കുറച്ചു നാളുകളായി സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അയൽവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു മകൾ വൈകി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസാരമുണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു തർക്കം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അച്ഛനും അമ്മയും ഈ മക്കളും തമ്മിൽ വലിയ അടുപ്പമുള്ളവരായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഇങ്ങനെ ഒരു തീരദേശ, ഓമനപ്പുഴ പോലുള്ള ഒരു തീരദേശ ഗ്രാമത്തിൽ വൈകിട്ട് രാത്രി പുറത്തേക്ക് പോവുകയും തിരികെ വൈകി വരികയും ചെയ്യുന്നത് അത് വലിയ രീതിയിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ പരിസരത്തുള്ള ഒരു മനുഷ്യരും ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിരുന്ന കുടുംബമാണ് ഇതെന്നതിനെ സംബന്ധിച്ചുള്ള മൊഴി നൽകുന്നില്ല. മറിച്ച് ജോസ്മോൻ ഓട്ടോറിക്ഷ ഡ്രൈവറും മത്സ്യത്തൊഴിലാളിയുമാണ്. തൊഴിലിടത്തിലൊക്കെ തന്നെയും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ്. മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെന്നുള്ള ഞെട്ടിക്കുന്നത്. തീർച്ചയായും ശരണി, അതുകൊണ്ട് തന്നെ ഇതൊരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമായിരിക്കുമോ മകളെ കൊലപ്പെടുത്താനുള്ള കാരണം? പക്ഷെ അവിടെ ഒരു സംശയം തോന്നുന്നത് ഇതാണ്, ഈ ഭാര്യ, ഈ ജോസ്മോന്റെ ഭാര്യ, അതായത് ഈ യുവതിയുടെ പെൺകുട്ടിയുടെ അമ്മ കൈപിടിച്ച് പ്രതിരോധിക്കുന്നു. അതിനുശേഷം ജോസ്മോൻ ക്രൂരമായി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകമായി ഇതിനെ കാണണോ? അതോ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിൽ, മകൾ ഈ രാത്രി വൈകി വന്നതിൻ്റെ ഒരു പ്രകോപനത്തിൽ കൊലപ്പെടുത്തിയതാകാമോ? അല്ല, ഇത് നിരന്തരം അവരെ ഈ കാര്യങ്ങൾ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ രക്ഷകർത്താക്കളെ മകള് പുറത്തുപോയി വരുന്നതൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അവർ പോലീസിന് നൽകിയിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് ഇവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് തങ്ങൾ എത്തിയിരുന്നു എന്നുള്ള മൊഴിയാണ് രക്ഷകർത്താക്കൾ നൽകിയിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് അവർക്ക് ഈ പെൺകുട്ടി പുറത്തു പോകുന്നതോ വൈകി വരുന്നതോ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവർ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വീട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തര തർക്കങ്ങളും വഴക്കുമുണ്ടായിരുന്നു. അതും ഇവരെ കുറെ നാളുകളായിട്ട് ഈ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അച്ഛൻ കഴുത്ത് ഞെരിക്കുമ്പോൾ അമ്മ ജെസ്സി ഇവർ ഈ പെൺകുട്ടിയുടെ ഏഞ്ചലിന്റെ കൈ പിറകിൽ നിന്ന് പിടിച്ചു നൽകി എന്നുള്ളതാണ്. അതായത് ഏഞ്ചൽ അതിനെ പ്രതിരോധിക്കാതിരിക്കുന്നതിന് വേണ്ടി കൈ 2 വശത്തും പുറകിലേക്ക് വെച്ച് അത് അമ്മയാണ് പിടിച്ച് അച്ഛൻ കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് പിടിച്ചു നൽകിയത് എന്നുള്ള ഞെട്ടിക്കുന്ന മൊഴിയാണ്. അത്തരമൊരു സ്ഥിരീകരണമാണ് നമുക്ക് മണ്ണഞ്ചേരി CI ടോൾസന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്.
അത്തരത്തിൽ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കൊലപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആക്ട് അവിടെ നടന്നിട്ടുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വീടിന്റെ വാതിൽപ്പടിയോട് ചേർന്ന് ഫ്രണ്ട് ഹാളിൽ സ്വീകരണ മുറിയിൽ ഇവരെ ഈ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മൃതദേഹം എടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. രാത്രി 11 മണിക്ക് ശേഷം പുലർച്ചെ രാവിലെ 7:30 മണിവരെയും ഈ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അയൽവാസിയായ ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ, തൊട്ട് അയൽവാസിയായിട്ടുള്ള സ്ത്രീയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ വീട്ടിലേക്ക് മരണപ്പെട്ടതറിഞ്ഞ് അവർ ചെന്നപ്പോൾ അവരോട് വ്യക്തമാക്കിയത് ഏഞ്ചലിന് എന്തോ സംഭവിച്ചു, മരണപ്പെട്ടു, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, എന്തോ അസുഖമാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല വാർഡ് മെമ്പറായ ഇമ്മാനുവൽ എത്തുന്ന ഘട്ടത്തിലും അദ്ദേഹത്തോടും പറഞ്ഞത് ഹൃദയാഘാതമായിരിക്കും ഒരുപക്ഷെ. ലാബ് ടെക്നീഷ്യൻ കൂടിയായിരുന്നു മരിച്ച ഏഞ്ചൽ. അതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും വൈകി, നൈറ്റ് ഡ്യൂട്ടി അടക്കമുള്ള ഡ്യൂട്ടികളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർക്ക് മാനസികമായി പൊരുത്തപ്പെടാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിന് ഉണ്ട്. മാത്രമല്ല ഈ മരിച്ചു കിടന്ന പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അമ്മാവൻ, ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അമ്മാവൻ മാത്രമാണ് ആംബുലൻസിൽ കയറി പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ രാത്രി കൊലപാതകം നടന്ന ശേഷം അമ്മാവനായ അലോഷിയെ ഇവർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹം ഈ രാത്രി 11 മണി മുതൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അലോഷിക്കും നല്ല ധാരണയുണ്ടായിരുന്നു. പക്ഷേ മണ്ണഞ്ചേരി പോലീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ചെന്ന അലോഷി അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. മരിച്ചു കിടക്കുന്നത് രാവിലെ കണ്ടു എന്നുള്ള, പള്ളിയിൽ പോകാനായി വിളിച്ചപ്പോൾ മരിച്ചു കിടക്കുന്നതായാണ് രാവിലെ കാണുന്നത് എന്നുള്ള ഒരു മൊഴി മാത്രമാണ് അലോഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അലോഷി ഈ കൊലപാതക വിവരം മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കാനും ഒപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് ഈ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അലോഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരണം. ഈ കുറ്റത്തിൽ, കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത് 2 പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് പെൺകുട്ടിയുടെ പിതാവായ ജോസും ഒപ്പം തന്നെ ഇവരുടെ അമ്മയായ ജസിയുമാണ് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളവർ. ഇത് കൊലപാതകം മറച്ചുവെക്കാനും ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്നതിനുമാണ് അലോഷിയെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇവരെ കൂടാതെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ മരിച്ച ഏഞ്ചലും ഒപ്പം തന്നെ അമ്മയും. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഏഞ്ചൽ എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അച്ഛനും പുറമെ അമ്മയും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. മകൾ രാത്രി സമയങ്ങളിൽ വൈകി വരുന്നതിന്റെ പ്രകോപനത്തിൽ നടത്തിയ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എറണാകുളത്ത് ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ അറസ്റ്റിനായ എഡിസൺ വഴി ലഹരി എത്തിയത് 10,000-ലേറെ പേർക്കെന്ന് NCB. ഏറ്റവും കൂടുതൽ ലഹരി പാഴ്സലുകൾ അയച്ചത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ്. എഡിസന് വേണ്ടി ഇടപാട് നടത്താൻ ഡാർക്ക് നെറ്റിൽ നിരവധി ഏജന്റുമാരുണ്ടെന്നും ഇടനിലക്കാരുമായുള്ള ആശയവിനിമയം കോഡ് ഭാഷയിലൂടെയാണെന്നും NCB വ്യക്തമാക്കുന്നു. ഇടനിലക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും NCB അറിയിച്ചു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, 10,000-ലേറെ പേർക്ക് എഡിസൺ ഈ ഡാർക്ക് നെറ്റ് വഴി ലഹരി നൽകുന്നു. അതിൽ കൂടുതലും പോയത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ്. കേരളത്തിലും ഇയാളുടെ ഇടപാടുകൾ നടന്നിരുന്നോ? ഈ വിപണി, ഈ എഡിസന്റെ അല്ലെങ്കിൽ ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി സംഘങ്ങളുടെ വിപണി ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു? എവിടെ നിന്നാണ് ഇവർക്ക് ലഹരി എത്തിയത്? ഇക്കാര്യങ്ങളൊക്കെ NCBക്ക് വ്യക്തമായിട്ടുണ്ടോ? ഈ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ എഡിസൺ ബാബുവിന് ലഹരി വന്നിരുന്നത് പ്രധാനമായും UK-യിൽ നിന്നാണ്. UK-യിലെ ഗുഗിൻ എന്ന് പറയുന്ന ഇത്തരം വ്യാപാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുറ്റവാളി അറിയപ്പെടുന്ന ഒരാളാണ്. ഇയാളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാക്കിയ ഒരാളാണ് എഡിസൺ ബാബു എന്ന് പറയുന്നത്. എഡിസൺ തൻ്റെ ജോലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം വിവിധ ജോലികൾ ചെയ്ത ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്നത്. ഹോട്ടൽ നടത്തിയിരുന്നു ആലുവയിൽ. അതിനുശേഷം കോവിഡ് സമയത്ത് അത് പൂട്ടുന്നു. പിന്നീടാണ് മൂവാറ്റുപുഴയിലെ വീട്ടിലേക്ക് താൻ ഒതുങ്ങുന്നതെന്നാണ് പോലീസിന് NCBയോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അതിനുശേഷം ആദ്യഘട്ടത്തിൽ തന്നെയും ഇയാൾക്ക് ലഹരി വ്യാപാരം നടത്തിയിരുന്നു. നേരിട്ട് ലഹരി കൊടുക്കുന്ന ഇടപാടുകാർക്ക് ലഹരി കൊടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്.
അന്നേരം ഉണ്ടായിരുന്ന പരിചയങ്ങളാണ്. പിന്നീട് ഇയാൾക്ക് സാങ്കേതികപരമായി വലിയ രീതിയിലുള്ള അറിവുണ്ട്, വിദ്യാഭ്യാസ സമ്പന്നനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ പരിജ്ഞാനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇങ്ങനെ ഒരു അന്തർദേശീയ ശൃംഖലയുടെ തന്നെ ഒരു ഭാഗമായി മാറാനായിട്ട് തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ഇയാൾ കടന്നു വരികയും വലിയ രീതിയിൽ തന്നെ ഈ ലഹരി ഇടപാടുകാരനായിട്ട് മാറുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ UK നിന്ന് എത്തുന്ന ഈ പാർസലുകൾ പിന്നീട് ഈ കൊറിയറുകൾ ഇവിടെ തപാൽ വഴിയാണ് മറ്റിടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും എല്ലാം നടന്നിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും ഇയാൾ ഈ രീതിയിലെ പാർസൽ കൈകാര്യം ചെയ്തിരുന്നു. അത് ചേലാട് നിന്നാണ് ഇയാൾ അയച്ചത്. 2 പാർസലുകൾ അന്ന് അയച്ചിരുന്നു, തപാൽ വഴി അയച്ചിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ജൂൺ 28-ന് വന്നിരിക്കുന്ന ഈ പാർസലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നിരീക്ഷണത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകൾ അത് പരിമിതവുമായിരുന്നു. പക്ഷേ കൃത്യമായൊരു തയ്യാറെടുപ്പോടെ ഏതാണ്ട് 6 മാസത്തോളം ഇത്തരം നിരീക്ഷണങ്ങൾ തുടർന്നുവെന്ന് പറയുന്നു. പലരും സംഘങ്ങളായി തിരിഞ്ഞ് മൂവാറ്റുപുഴയിലടക്കം താമസിക്കുകയും പിന്നീട് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ ലോകത്ത് ഈ ലഹരി ഇടപാടുകളുടെ ലോകത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഇയാൾ അവിടെ മേൽവിലാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇടപാടുകൾ നടന്നിരുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ പിടികൂടുമ്പോൾ തന്നെ ഏതാണ്ട് 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ ഈ അവസാന നാളുകളിൽ നടത്തിയിട്ടുണ്ട്. അതിന് മുൻപത്തെ കണക്കിലേക്കും അടക്കം നീങ്ങുകയാണ് NCB നീങ്ങുകയാണ്. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളടക്കം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് NCB. അതിനുശേഷമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത്. കാരണം ഇയാളുടെ ഇടപാടുകാർ, ഇടനിലക്കാർ എന്നിവരെക്കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഇയാളിൽ നിന്ന് മാത്രമേ അത്തരം കാര്യങ്ങൾ ലഭ്യമാകൂ. ഇയാളുടെ വീട് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഈ NCB സംഘം അവിടേക്ക് പരിശോധനയ്ക്ക് എത്തുന്നത് അടുത്ത വീട് വാടകയ്ക്ക് കിട്ടും. അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാനെന്ന വ്യാജേനയാണ് ഈ സംഘം അവിടേക്ക് ഇയാളുടെ വീട് ലൊക്കേറ്റ് ചെയ്ത് എത്തുകയും പിന്നീട് അതിനകത്ത് കയറി വലിയ രീതിയിലേക്ക് പരിശോധനയിലേക്ക് അടക്കം നീങ്ങുന്നത്. ഇയാളുടെ മുറി കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ളൊരു വാർത്താ വിനിമയ സംവിധാനം, അതായത് മറ്റ് മാഫിയ കാർട്ടലുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സംവിധാനമെല്ലാം ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ട് ഇയാളത് അവിടെ ഒരുക്കിയിരുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്കും മറ്റ് അനുബന്ധ വസ്തുക്കളും എല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ പരിശോധനകൾ തുടർന്ന് വരികയാണ്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാർക്ക് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള അറിവും ഇല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, തിരിച്ചു വരുന്ന ആ രീതിയിലുള്ളൊരു ഇടപെടൽ മാത്രമേ ചുറ്റുപാടുകളുമായിട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ താനും. ഏതായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമാണ്. രാജ്യ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഇയാൾ ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ ടയർ 1 നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുംബൈയും ബംഗളൂരുവും പോലുള്ള വലിയ നഗരങ്ങൾ, ഡൽഹിയെ പോലുള്ള നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇയാൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ എല്ലാം ഇയാളുടെ ആളുകൾ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇറ്റാമലോൺ എന്ന് പറയുന്ന ആ സംഘം അത് ഇയാളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ പ്രധാനികൾ ഉണ്ട് എന്ന് തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കരുതുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെടും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. ഇത് അതിന് കിട്ടുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. നിലവിൽ 5ഓളം പേരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വ്യക്തമാണ് ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വശത്ത് ഇതുപോലെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകൾ തകൃതിയായി നടക്കുമ്പോൾ കൊച്ചി നഗരത്തിലും ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നുണ്ട്. എറണാകുളത്ത് വൻ ലഹരി വേട്ടയാണ് നടന്നത്. കാക്കനാട് അത്താണിയിലെ ഹോട്ടലിൽ നിന്ന് 203 ഗ്രാം MDMA പിടികൂടി. ചേരാനല്ലൂർ സ്വദേശി അമൽ ജോർജിനെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ അമൽ ജോർജ് ലഹരിയുടെ പ്രധാനപ്പെട്ട ഇടപാടുകാരനാണ്. ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നോ ഇവരുടെ ലഹരി വിൽപ്പന? ഏറ്റവും പ്രധാനമായും യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ലഹരി വിൽപ്പനയായിരുന്നു ഈ അമൽ ജോർജ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കുറച്ച് ദിവസങ്ങളായി അമൽ പോലീസിന്റെ ഡാൻസ് ഓഫിന്റെ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അമലിന് ഇത്തരത്തിൽ MDMA വിതരണമുണ്ട്, ലഹരി വിൽപ്പന ഉണ്ടെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം കാത്തിരുന്നതും.
കഴിഞ്ഞ 2 തവണയും ലഹരി കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ വ്യക്തി കൂടിയാണ് അമലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 203 ഗ്രാം MDMA ആണ് പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. ഇയാൾ ചേരാനല്ലൂർ സ്വദേശിയാണ്. കാക്കനാട് അത്താണിയിലാണ് ഒരു ഫ്ളാറ്റിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇവിടെയാണ് പ്രധാനമായും ലഹരികൾ എത്തിക്കുകയും അവിടെ നിന്നും ഓരോ ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൈമാറുന്നതൊക്കെ ഈ ഫ്ളാറ്റിൽ വെച്ചാണെന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ളാറ്റിലടക്കം പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുവാനും ഉള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇയാൾ മാത്രമാണോ, ഇയാൾക്ക് ഒപ്പം സുഹൃത്തുക്കൾക്ക് ആർക്കൊക്കെയാണ് വിതരണം നൽകുന്നത്, ഒപ്പം ഇതിൽ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ട്, സുഹൃത്തുക്കളുമൊക്കെ ഇതിൻ്റെ ക്യാരിയർമാരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും പുരോഗമിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ഈ അമല് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കൃത്യമായി തന്നെ MDMAയോട് കൂടി തന്നെയാണ് ഇന്ന് രാവിലെ കാക്കനാട്ടെത്തിയ ഒരു ഹോട്ടലിൽ നിന്നും അമലിനെ പിടികൂടിയത്. എങ്ങനെയാണ് നവമി, എങ്ങനെയാണ് ഇയാൾ ലഹരി ഇവിടേക്ക് എത്തിച്ചിരുന്നത്? പിന്നെ ഇയാളുടെ ഈ ഇടപാടുകൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു? കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ടോം, എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ ഈ നിഗമനം. ആർക്കൊക്കെയാണ് അമൽ MDMA വിതരണം ചെയ്യുന്നത്, ആരിൽ നിന്നാണ് അമൽ ഇത് വാങ്ങുന്നത്, ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ലഹരി എത്തുന്നതെന്ന മൊഴി ഇതിനോടകം തന്നെ അമൽ പോലീസിന് നൽകിയിട്ടുണ്ട്. അമൽ നേരിട്ട് പോയി ലഹരി ശേഖരിക്കാറുണ്ട്, വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വഴി എത്തിക്കാറുണ്ട്, കാക്കനാട്ടത്തെ ഫ്ളാറ്റിലൊക്കെ കൊണ്ട് എത്തിക്കാറുണ്ടെന്നൊക്കെ മൊഴി നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളുടെ പങ്ക് ആരൊക്കെയാണ്, സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് ഹോട്ടൽ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് വടകരയിൽ വീട്ടമ്മയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസുകാർക്ക് മർദ്ദനമേറ്റു. പ്രതിയെ പിന്നീട് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. വടകര SI രഞ്ജിത്ത്, ASI ഗണേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ വടകരയിൽ വീട്ടമ്മയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു. പിന്നീട് ഈ പ്രതിയെ പിടികൂടാനെത്തുമ്പോൾ പോലീസ് നേരെ ആക്രമണം ഉണ്ടാകുന്നു. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? ഈ കുഞ്ഞിനെയും ഈ വീട്ടമ്മയുമായി ഈ പ്രതിക്ക് എന്തെങ്കിലും വിരോധമാണോ? എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണമായത്? അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തതകൾ അനിവാര്യമാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്. വില്യാപ്പള്ളി സ്വദേശിനിയായ യുവതി കുഞ്ഞിനുമായി വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്നതിനായി ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഇതിനുശേഷം ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഡ്രൈവർ ഈ ആശുപത്രി ഭാഗത്തേക്ക് പോകാതെ മറിച്ച് വടകര ഭാഗത്തേക്ക് തന്നെ പോവുകയായിരുന്നു. ഒപ്പം ഈ പോകുന്ന വഴികൾ അപരിചിതമായ ഇടങ്ങളിലൂടെയായിരുന്നു. പ്രധാന വഴി ഒഴിവാക്കി ഇടറോഡുകളിൽ കൂടിയാണ് ഈ ഓട്ടോറിക്ഷ മുന്നോട്ട് പോവുകയുണ്ടായത്. ഇതേ തുടർന്ന് യുവതി ഈ ഓട്ടോറിക്ഷ ആശുപത്രി പരിസരത്തേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വിടാൻ പറഞ്ഞിട്ടും അത് ഒരു കുറുക്കു വഴിയിൽ കൂടെ പോകുന്നതാണ് എന്ന് തടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഇയാൾ വീണ്ടും ഓട്ടോറിക്ഷ മുന്നോട്ട് പോയത്. പിന്നീട് ഓട്ടോയുടെ പോക്ക് തെറ്റായ വഴിയിലൂടെയാണ് അല്ലെങ്കിൽ കൂടുതൽ ദുർഘടമായ വഴികളിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ യുവതി ബഹളം വയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് യുവതിയെയും കുഞ്ഞിനെയും വാഹനത്തിൽ നിന്നും ഇറക്കിയ ശേഷം ആയഞ്ചേരി ഭാഗത്ത് വെച്ചാണ് ഇവരെ ഇറക്കുന്നത്. അതിനുശേഷം ഈ ഓട്ടോറിക്ഷ വിട്ട് സ്ഥലത്തു നിന്നും കടന്നു കളയുകയായിരുന്നു. എന്തായാലും പിന്നീട് യുവതി പോലീസിൽ പരാതി നൽകി. കുടുംബത്തെ വിവരമറിയിച്ച ശേഷം പോലീസിൽ വിവരമറിയിച്ചു. ഇത്തരത്തിൽ പോലീസിൽ വിവരമറിയിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ മുകേരി സ്വദേശിയായ സജീഷ് എന്നയാളാണ് ഈ യുവതിയുമായി ഓട്ടോറിക്ഷയിൽ പോയത് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുക്കാനായാണ് വടകര പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ മുകേരിക്കടുത്തുള്ള ഇയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്ത് ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇയാൾ പ്രകോപിതനാകുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്ത് SIയുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. SI രഞ്ജിത്ത് ആണ് അദ്ദേഹത്തിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഒപ്പം ASI ഗണേശനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും അങ്ങേയറ്റം സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ് നിലനിന്നത്. പിന്നീട് പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രതിയെ കീഴടക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും രണ്ട്
കാര്യങ്ങൾക്കാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒന്ന്, യുവതിയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനും അന്യായമായി തടവിൽ വെച്ചതടക്കമുള്ള കുറ്റത്തിനും, മറ്റൊന്ന് ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി പോലീസുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവനും. ഇങ്ങനെ 2 കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നു. എന്താണ് അനീഷ്, ഇയാളുടെ ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ ഒരു വീട്ടമ്മയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയെന്ന് മാത്രമല്ല, പോലീസിനെ പോലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇയാളൊരു കൊടും ക്രിമിനൽ തന്നെയാണ്. ഇതിനു മുൻപ് ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ ഇയാൾ? ഇയാൾക്കെതിരെ മറ്റ് ചില കേസുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ആളുകളോട് മോശമായി പെരുമാറുക, ആക്രമിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ചില കേസുകളുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വൈകാതെ പോലീസ് ലഭ്യമാവും. എന്താണ് നിലവിൽ ഇത്തരമൊരു കാര്യത്തിന് പിന്നിലുള്ള ഒരു ചേതോ വികാരം എന്നതിനെക്കുറിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചു വരുന്നത്. എന്തിനാണ് ഈ വടകര ആശുപത്രി ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവതിയുമായി മറ്റൊരു വഴിയിലേക്ക് പോകുന്നത്? പ്രത്യേകിച്ചും ഇടവഴികളൊക്കെ കേന്ദ്രീകരിച്ചുള്ളൊരു യാത്ര എന്തിനായിരുന്നു? എവിടേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്? അല്ലെങ്കിൽ ഈ സ്ത്രീയെ മാനഭംഗപ്പെടുത്തുന്നതിനോ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനുള്ള ശ്രമമാണോ ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം ഈ പോലീസുകാർക്കെതിരെ വളരെ പെട്ടെന്നാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനം ഉണ്ടായത്. അതിൽ ഈ വലിയ ഒരു പരുക്കിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങേണ്ടി വന്നതിന് കാരണം തലക്കടിയാണ് SIക്ക് ഏറ്റത്. ASIയെ കടിച്ച് പരിക്കേൽപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇനി സ്വബോധത്തോടു കൂടിയാണോ ഇയാൾ ഈ കൃത്യം ചെയ്തത്? അതായത് ഈ തട്ടിക്കൊണ്ടുപോക്കലടക്കം നടത്തുമ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയോ മറ്റും ഒരു ലഹരിയിലാണോ ഇയാൾ ഇത് ചെയ്തത്? പിന്നീട് പോലീസ് എത്തിയപ്പോഴേക്കും ആ സമയത്തും ഇയാൾ ലഹരിക്ക് അടിമയായിരിക്കുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം സ്വബോധത്തിലുള്ള ആളുകൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ അങ്ങേയറ്റം ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അനീഷ് സൂചിപ്പിച്ചതുപോലെ ലഹരിക്ക് അടിമയായിട്ടുള്ള വ്യക്തിയാണോ, അതോടൊപ്പം എന്തിനാണ് വീട്ടമ്മയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.